നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവർക്ക് അർഹമായ പ്രാധാന്യം നൽകണമെന്ന SNDP യോഗം മുഖപത്രമായ യോഗദാതത്തിൽ ഒരു എഡിറ്റോറിയൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അർഹതപ്പെട്ടത് നിഷേധിക്കുന്നവർക്ക് ബാലറ്റിലൂടെ മറുപടി കൊടുക്കുമെന്നും മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളി. ഭൂരിപക്ഷ സമുദായം വൈകാതെ ന്യൂനപക്ഷമാകുന്ന അവസ്ഥയുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ്റെ തിരുത്തൽ. അശ്വിൻ പാലാഴി ആലപ്പുഴ എത്തിയിരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈഴവ സമുദായത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയേനെ എന്ന വിശ്വാസത്തിലാണല്ലോ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ പുതിയ വെളിപ്പെടുത്തലിൻ്റെ പിന്നിൽ? വെരി ഗുഡ് മോർണിംഗ്. ഈ യോഗനാഥം SNDP യോഗത്തിന്റെ മുഖപത്രമാണ്. വാർത്താ സമ്മേളനങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനേക്കാൾ അതിരൂക്ഷമായ വിമർശനം അല്പം കടന്ന് എല്ലാ കാലത്തും അദ്ദേഹം എഴുതാറുള്ളത് യോഗനാഥത്തിന്റെ എഡിറ്റോറിയലാണ്. ഇന്നും സമാനമായ രീതിയിൽ ഒരു ആത്മവിമർശനം എന്നുള്ള നിലയിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. ഈഴവ സമുദായത്തെ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ളതല്ല. കേരളത്തിലെ ഭൂരിപക്ഷ സമുദായങ്ങളെ ഒന്നടങ്കം വിമർശിച്ചുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ് ഉള്ളത്. ഈഴവ സമുദായത്തിൽ നിന്നാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിൽ ഈഴവ സമുദായത്തിൽ നിന്ന് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. KPCC പ്രസിഡന്റ് പോലും ഈഴവനായിരുന്നിട്ടും കോൺഗ്രസിൽ അർഹമായ ഒരു പ്രാധാന്യവും ഈ ഈഴവ സമുദായത്തിന് ലഭിച്ചില്ല. അതിനപ്പുറത്തേക്ക് ഈഴവർ ഉൾപ്പെടെയുള്ള പിന്നോക്ക സമുദായങ്ങൾ തല്ലുകൊള്ളാനും അധികാര സ്ഥാനങ്ങളിലെത്താൻ മറ്റ് ഉന്നത സമുദായങ്ങളുള്ളവരും എന്നുള്ള ഒരു വിമർശനം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈഴവരുൾപ്പെടെയുള്ള പിന്നോക്ക സമുദായങ്ങൾക്ക്, ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ശക്തമായ സാന്നിധ്യം വേണം, പ്രാതിനിധ്യം വേണം എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ഈ എഡിറ്റോറിയൽ അടിവരയിട്ട് പറയുന്നുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ എത്തിയില്ല എങ്കിൽ നിലനിൽപ്പുണ്ടാവില്ല, ചരിത്രത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം ഈ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒപ്പം മുസ്ലിം ലീഗ് ഈ സമുദായത്തിന്റെ പേര് പറഞ്ഞ ഇക്കാലം അത്രയും പല കാര്യങ്ങളും നേടിയെടുത്തു. അർഹതയ്ക്ക് മുകളിലുള്ള സ്ഥാനങ്ങൾ അവർ നേടിയെടുത്തു. ഇനിയും പോരാ എന്നുള്ള നിലപാട് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം മുസ്ലിം ലീഗിന്റെ നേതാക്കളടക്കം പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്നുള്ള ഒരു നിലപാട് അവർ പരസ്യവേദികളിൽ പോലും പറയുന്നു. അതൊക്കെ ഈ ഭൂരിപക്ഷ സമുദായങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളെങ്കിലും തമ്മിൽ തല്ലി തല തല്ലിച്ചാകാതെ ഒരുമിച്ച് നിന്ന് ഭൂരിപക്ഷ സമുദായങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഉപദേശമാണ് ഈ സമുദായങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശൻ ഈ യോഗനാഥത്തിലെ എഡിറ്റോറിയലിലൂടെ നൽകിയിരിക്കുന്നത്. ഒപ്പം ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലല്ലാതെ ഒരു മന്ത്രിസഭകളിലും ഒരു സർക്കാരിലും ഈ പിന്നോക്ക സമുദായങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം കൃത്യമായ അളവിൽ കിട്ടിയിട്ടില്ല. അതിനി മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എന്തായാലും ഇതിലൂടെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാനുള്ളൊരു സന്ദേശമാണ് ഈ എഡിറ്റോറിയൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അർഹമായ പ്രാതിനിധ്യം നൽകിയില്ല എങ്കിൽ അത് ചോദിച്ചു വാങ്ങും. ഇല്ലാത്ത പക്ഷം അതിന് ഈ സമുദായാംഗങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അതിശക്തമായ ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഈ എഡിറ്റോറിയൽ മാറുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.